നമസ്കാരം. സനാതനധർമ്മത്തിൽ സ്ത്രീകൾ സമ്പത്തിന്റെ ദേവതയായ ലക്ഷ്മി ദേവിയുടെ രൂപമായി തന്നെ കണക്കാക്കുന്നതാണ്. ഒരു സ്ത്രീ സർവഗുണങ്ങളാലും നിറഞ്ഞവളായാൽ അവരുടെ വീട്ടിൽ ഒരു തരത്തിലുള്ള കുഴപ്പവും ഉണ്ടാകില്ല എന്നാണ് പറയുക. വീട്ടിൽ എപ്പോഴും സന്തോഷവും ഐശ്വര്യവും സമാധാനവും നിലനിൽക്കുകയും ചെയ്യും. കുടുംബാംഗങ്ങൾക്കിടയിൽ വാത്സല്യവും സ്നേഹവും നാൾക്കുനാൾ വർദ്ധിക്കുകയും ചെയ്യും. എല്ലാ ഗുണങ്ങളുമുള്ള സ്ത്രീകളുടെ വീടുകളിലാണ് ലക്ഷ്മി ദേവി വസിക്കുക. അതിനാൽ തന്നെ കുടുംബത്തിന്റെ ഉയർച്ചയ്ക്കും അതേപോലെ തന്നെ ഐശ്വര്യവർദ്ധനവിനും സ്ത്രീകൾ ഒരു പ്രധാന ഭാഗം തന്നെയാണ് എന്ന് പറയാം. സമ്പത്തിന്റെ ദേവതയായ ലക്ഷ്മി ദേവിയുടെയും അതേപോലെ തന്നെ സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാന്റെയും അനുഗ്രഹം ലഭിക്കണം എങ്കിൽ രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുൻപായി സ്ത്രീകൾ പ്രത്യേകിച്ചും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അനിവാര്യം തന്നെയാണ്. ജ്യോതിഷവും വാസ്തുശാസ്ത്രവും അനുസരിച്ച് ഇത്തരത്തിൽ ചില കാര്യങ്ങൾ പരാമർശിച്ചിട്ടുമുണ്ട്. ഇങ്ങനെ ചെയ്യുകയാണ് എങ്കിൽ വീട്ടിൽ നിങ്ങൾ അനുഭവിക്കുന്ന സകല പ്രശ്നങ്ങളും അകലുക തന്നെ ചെയ്യും. ദാരിദ്ര്യം ഒഴിവാക്കുവാൻ സാധിക്കും. നെഗറ്റീവ് എനർജി നീക്കം ചെയ്യുവാനും സാധിക്കുന്നതാണ്. വാസ്തുപ്രകാരം വീട്ടിൽ ഐശ്വര്യത്തിനായി സ്ത്രീകൾ ഉറങ്ങുന്നതിന് മുൻപ് ചെയ്യേണ്ട ആ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഏതെല്ലാമാണ് എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. വെള്ളിയാഴ്ച ദിവസം നടത്തുന്ന വിശേഷാൽ ലക്ഷ്മി പൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിനായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ ആ കാര്യവും രേഖപ്പെടുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഉറങ്ങുന്നതിന് മുൻപായി തന്നെ ഈ കാര്യങ്ങൾ നിത്യവും ചെയ്യുവാൻ ശ്രമിക്കുക. സ്ത്രീകൾ ഉറങ്ങുന്നതിന് മുൻപ് കൈകാലുകൾ കഴുകുകയും അതേപോലെ തന്നെ നിങ്ങളുടെ ഇഷ്ടദേവത ആരാണോ ആ ദേവതയെ മനസ്സിരുത്തി ധ്യാനിക്കുകയും ചെയ്യണം. അതിനുശേഷം മാത്രമേ ഉറങ്ങാൻ പാടൂ എന്നാണ് പറയുക. ഈ സമയത്ത് നിങ്ങൾക്ക് മന്ത്രങ്ങൾ ജപിക്കാവുന്നതുമാണ്. ഒരു സ്ത്രീ കിടക്കുന്നതിന് മുൻപ് അഥവാ ഉറങ്ങുന്നതിന് മുൻപ് വീടിന്റെ പ്രധാന കവാടത്തിൽ അതായത് പ്രധാന വാതിലിൽ കടുകെണ്ണ വിളക്ക് തെളിയിക്കണം എന്നാണ് പറയുക. ഇപ്രകാരം തെളിയിക്കുകയാണ് എങ്കിൽ എന്താണ് ആ വീട്ടിലേക്ക് കടന്നു വരിക എന്നുകൂടി മനസ്സിലാക്കാം. ആ വീടുകളിൽ സന്തോഷവും ഐശ്വര്യവും നാൾക്കുനാൾ വർദ്ധിക്കുകയും അതേപോലെ തന്നെ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്താൽ വീട്ടിൽ സർവ്വ ഐശ്വര്യങ്ങൾ വന്നു ചേരുകയും ദേവിയുടെ കടാക്ഷം നാൾക്കുനാൾ നിലനിൽക്കുകയും ചെയ്യും എന്നതാണ് വാസ്തവം. വാസ്തുശാസ്ത്രപ്രകാരം ഒരു സ്ത്രീ ഉറങ്ങുന്നതിന് മുൻപ് വീട്ടിൽ കർപ്പൂരം കത്തിക്കുകയും പിന്നീട് കർപ്പൂരഗന്ധം വീട് മുഴുവൻ പരത്തുകയും വേണം എന്നാണ് പറയുക. ഇത് നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാ നെഗറ്റീവ് എനർജിയെയും ഒഴിവാക്കുവാൻ സഹായകരമാണ് എന്ന് പരാമർശിക്കുന്നു. കർപ്പൂരം കത്തിച്ചതിന് ശേഷം കിടപ്പുമുറിയിലും അത് കാണിക്കേണ്ടതാകുന്നു. ഇങ്ങനെ ചെയ്യുകയാണ് എങ്കിൽ പ്രത്യേകിച്ചും ദാമ്പത്യപരമായ പ്രശ്നങ്ങൾ ഉള്ളവരാണ് എങ്കിൽ ഐക്യമില്ലായ്മ തുടങ്ങിയ പ്രശ്നങ്ങളുണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങൾ ഒഴിവാവുകയും നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം കടന്നു വരാൻ അത് സഹായകരമാണ് എന്നാണ് പറയുക. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ സ്നേഹവും ഐക്യവും വർദ്ധിക്കും എന്ന് ചുരുക്കം. അതിനാൽ തീർച്ചയായും സ്ത്രീകൾക്ക് ഈ ഒരു കാര്യം നിത്യവും രാത്രി ഉറങ്ങുന്നതിന് മുൻപ് ചെയ്യാവുന്നതാണ്. ഉറങ്ങുന്നതിന് മുൻപ് വീട്ടിലെ ലൈറ്റുകൾ അണയ്ക്കുക പതിവ് തന്നെയാണ്. എന്നാൽ എല്ലാ ലൈറ്റും അണയ്ക്കരുത് എന്നാണ് പറയുക. പ്രത്യേകിച്ചും നിങ്ങളുടെ വീടിന്റെ തെക്ക് പടിഞ്ഞാറ് മൂല ഒരിക്കലും ഇരുട്ടിലാവരുത് എന്നാണ് പറയുക. ലൈറ്റ് ഇല്ല എങ്കിൽ ഈ മൂലയിൽ ഒരു വിളക്ക് കത്തിച്ചു വയ്ക്കാവുന്നതാണ്. അത് ഏറ്റവും ശുഭകരം തന്നെയാകുന്നു. വീടിന്റെ തെക്ക് പടിഞ്ഞാറ് മൂല ഇരുട്ടിൽ വരുന്നതിലൂടെ പിതൃകോപം ആ വീടുകളിൽ വന്നു ചേരും. പിതൃദോഷം വന്നു ചേരുന്നതിലൂടെ ആ വീടുകളിൽ പ്രത്യേകിച്ചും ആ വീട്ടിലെ കുട്ടികൾക്ക് ഉയർച്ച ഉണ്ടാകണം എന്നില്ല. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാകുന്നു. അതിനാൽ തന്നെ ഈ കാര്യം പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാണ്. ഈ ഭാഗങ്ങളിൽ വെളിച്ചം വേണ്ടതാകുന്നു. സ്ത്രീകൾ ഉറങ്ങുന്നതിന് മുൻപ് പൂജാമുറിയിൽ പ്രാർത്ഥിക്കുവാൻ മറക്കരുത് എന്ന കാര്യവും ഓർക്കേണ്ടതാണ്. ഇന്നേ ദിവസം നൽകിയ എല്ലാ സൗഭാഗ്യങ്ങൾക്കും അതേപോലെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്ന ആ ദുരിതങ്ങൾ ഒഴിവാക്കണം എന്നും പ്രാർത്ഥിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. വരുന്ന ദിവസങ്ങൾ ഏറ്റവും ശുഭകരമായി മാറണം, സർവ്വ ഐശ്വര്യപ്രദമായി മാറണം എന്ന് പ്രാർത്ഥിക്കാവുന്നതാണ്. അതിനുശേഷമാണ് ഉറങ്ങേണ്ടത്.
അത് ഏവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാകുന്നു. കൂടാതെ വീട്ടിൽ സന്തോഷവും സമൃദ്ധിയും നിങ്ങൾക്ക് അനിവാര്യമാണ് എങ്കിൽ, വരേണ്ടതായിട്ടുണ്ട് എങ്കിൽ, രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് ഉറങ്ങുന്ന മുറിയിൽ ഒരു കടലാസിൽ അല്പം കല്ലുപ്പ് സൂക്ഷിക്കുക. പിറ്റേന്ന് രാവിലെ കടലാസിനോടൊപ്പം ആ കല്ലുപ്പ് ഒഴുകുന്ന ജലത്തിൽ ഒഴുക്കി കളയാവുന്നതാണ്, അല്ല എങ്കിൽ എറിഞ്ഞ് കളയാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ വീടുകളിലെ നെഗറ്റീവ് ഊർജം ഒഴിവാക്കുവാൻ ഏറ്റവും ശുഭകരമായ വഴിയാണ്, പോംവഴിയാണ് എന്ന് തന്നെ പറയാം. പ്രതിവിധി തന്നെയാണ് ഇപ്രകാരം ചെയ്യുന്നത്. അതിനാൽ തന്നെ എല്ലാ ദിവസവും ഈ കാര്യം ചെയ്യണം എന്നില്ല. ആഴ്ചയിൽ ഒരിക്കൽ ഈ പ്രതിവിധി ചെയ്യാവുന്നതാണ്. ഇപ്രകാരം ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ വീടുകളിൽ വന്നു ചേർന്നിരിക്കുന്ന അത്തരം ദുരിതങ്ങൾ ഒഴിവാക്കുവാൻ സഹായകരമാണ് എന്ന് മനസ്സിലാക്കുക. വാസ്തുപ്രകാരം രാത്രി ഉറങ്ങുന്നതിന് മുൻപ് നിങ്ങളുടെ മുടി കഴുകരുത് എന്ന കാര്യം ഓർക്കുക. ഇങ്ങനെ ചെയ്യുകയാണ് എങ്കിൽ വാസ്തുപ്രകാരം അത് ദോഷകരമാണ് എന്നാണ് പറയുക. ഇത് നിങ്ങളുടെ വീടിന്റെ പുരോഗതിയെ ബാധിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. രാത്രി ഉറങ്ങുന്ന അവസരത്തിൽ അബദ്ധത്തിൽ പോലും മുടി അഴിച്ചിടരുത് എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു. ഇപ്രകാരം നിങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ വീടുകൾക്ക് അത് ദോഷകരമായി ഭവിക്കും എന്ന കാര്യം ഓർക്കുക. നെഗറ്റീവ് ശക്തികൾ ആധിപത്യം സ്ഥാപിക്കും. വേദങ്ങളിൽ പോലും സ്ത്രീകൾ മുടി അഴിച്ചിട്ട് ഉറങ്ങുന്നത് വിലക്കിയിട്ടുള്ള കാര്യമാകുന്നു. എന്നിരുന്നാലും അവൾ ഭർത്താവിനൊപ്പം ആയിരിക്കുമ്പോൾ മുടി അഴിച്ചിടാവുന്നതുമാണ്, അതിൽ തെറ്റില്ല. എന്നിരുന്നാൽ പോലും നിങ്ങൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. മുടി അഴിച്ചിടാതെ ഉറങ്ങുന്നതാണ് ഏറ്റവും ശുഭകരം എന്ന് തന്നെ പറയാം. ഈ കാര്യങ്ങൾ ഏവർക്കും ചെയ്യുവാൻ സാധിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഈ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച മാത്രമേ വന്നു ചേരൂ എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. എത്ര ദുരിതത്തിലും കഷ്ടതകളിലുമാണ് എങ്കിൽ പോലും സ്ത്രീകൾ ഇപ്രകാരം ചെയ്യുന്നതിലൂടെ ലക്ഷ്മി ദേവി വാസം ആ വീടുകളിൽ ഉറപ്പാക്കുവാൻ സാധിക്കുകയും അതിലൂടെ ഉയർച്ച നേടുവാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. അതിനാൽ തീർച്ചയായും സ്ത്രീകൾ ഈ കാര്യങ്ങൾ നിത്യവും ചെയ്യുവാൻ ശ്രമിക്കുക.